ഇപ്പോൾ വി ശിവദാസൻ എം പി കൂടി നമുക്കൊപ്പം ചേരുക. ശ്രീ വി ശിവദാസൻ, നമുക്കറിയാം ഈ പാർലമെന്റിൽ ഈ പുതിയ ബില്ല്, നിയമഭേദഗതി ബില്ല് വരുന്നതിൻ്റെ തലേന്ന് അർദ്ധരാത്രി 10 മണിക്കാണ് 2023 വനിതാ സംവരണ ഭേദഗതി ബില്ല് പാസാക്കി നിയമമാക്കി മാറ്റുകയും ചെയ്തത്, ഉത്തരവിറക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ പരാജയപ്പെടുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രി മൂന്നാംകിട രാഷ്ട്രീയക്കാരനെ പോലെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ദേശീയ നേതാവിന് പോലും പ്രധാനമന്ത്രിക്ക് യോജിക്കാത്ത തരത്തിലേക്കുള്ള പ്രസ്താവന, രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുകയാണ്. എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ട്? എങ്ങനെയാണ് ഈ മോദി സർക്കാരിന്റെ ജാള്യത മറയ്ക്കാൻ നടത്തിയ ഈ നുണപ്പറച്ചിലിനെ വിലയിരുത്തുന്നത്? ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ ഇത്രമേൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം നിരന്തരം ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ അവഹേളിക്കുകയും അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 2023 പാസ്സാക്കിയിട്ടുള്ള വനിതാ സംവരണ നിയമത്തെക്കുറിച്ച്. ഇന്ത്യയിൽ വനിതാ സംവരണ നയത്തിനെതിരായി നിരന്തരം നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയുടെ പേരാണ് BJP. ഓരോ ഘട്ടത്തിലും BJP എങ്ങനെയെല്ലാം അതിന് തുരങ്കം വെക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ആ BJPയുടെ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഒരു പ്രോസസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഭരണ സംവിധാനത്തെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണിത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, BJP നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനുള്ള നിങ്ങളുടെ നീക്കം അത് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. നിങ്ങൾ അതിന് വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 140 കോടി മനുഷ്യരുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോ ആ പ്രധാനമന്ത്രി കാണിക്കേണ്ടുന്ന അന്തസ്സും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിൽ പ്രസംഗത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സത്യസന്ധതയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. നിരന്തരം ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ സംവിധായകനായി, അഭിനേതാവായി അദ്ദേഹം നിൽക്കുകയാണ്. അതുകൊണ്ട് ശിവദാസൻ കേൾക്കാം, നമുക്ക് തുടരാം. വി ശിവദാസൻ MP ആണ് ഇപ്പോൾ കേരള ന്യൂസിനോട് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ തരംതാണ നാടകം, രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണപറച്ചിൽ നടത്തിയ പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ആ പൊയ്മുഖമാണ് അഴിഞ്ഞു വീണത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യമാകെ കനക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളത് കൊണ്ടാണ്. മാത്രമല്ല 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന മണ്ഡല പുനർനിർണയ ബില്ല്, വനിതാ സംവരണ ബില്ലിനെ മറയാക്കിക്കൊണ്ടുവന്ന മണ്ഡല പുനർനിർണയ ബില്ല് അമ്പയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. പ്രതിപക്ഷ നിരയെ ആകെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളടക്കം പരാജയപ്പെട്ടു നിൽക്കുന്ന മോദി സർക്കാരാണ് ഒരു തരത്തിലും രാജ്യ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വിമർശനം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വി ശിവദാസൻ MPയും P സന്തോഷ് കുമാർ MPയും പ്രതികരണം നടത്തിയത്.